ചങ്ക ബേബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജൻ മാർജിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അമ്മയ്യ ഒന്നല്ല പോലെ കുറച്ചു നേരത്തെ കണ്ടില്ല പിടിച്ചില്ലാന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് പരാതി തീർക്കാം. നമുക്ക് ഇസ്മായിൽ ഒരു ബാഗ് കൊടുത്താൽ മതി. അങ്ങനെ ബാഗ് അവിടുത്തെ കഴിഞ്ഞൊന്നും കഴിച്ചോ പറ്റില്ലല്ലേ? ബാഗില്ലേ എന്താ കുതാ കുത്തനെ ഇറക്കണം. സമീർ പി കെ ഡി അത് ഇറങ്ങി പോവാ. പോകുമ്പോ അമ്മയ്ക്ക് റൂം കൊടുക്കില്ലേ? അതിൽ പോയില്ല. അതെ ഇഫ്ത എല്ലാം റെഡി ആക്കും. ആ മോളെ എപ്പോ വരാണ്ട് ഇവിടുന്ന് വരിക. അപ്പൊ ഇങ്ങള് എന്ത് വേണം? ഇവിടുന്ന് വരിക, ഇവിടുന്ന് നടന്നു വരിക. ഈ നടന്നു വരുമ്പോ നിങ്ങള് ഇവിടെ എത്തിയിട്ട് പറയണം, ഞാൻ ചോറും കാലമൊക്കെ മേശ വെച്ചിട്ട് എടുത്ത് കച്ചോടിന് പറയണ്ട പറയണം. പിന്നെ ഞാൻ ബാക്കി പറഞ്ഞത് ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലത്തെ വിശേഷങ്ങളാണ് ഇപ്പൊ. എങ്കെ സാറേ അമ്പലം ഇവിടെ വീടൊക്കെ ഒന്ന് കയറി കിടന്നോട്ടല്ലേ? പാർത്തിന്റെ സൈഡ് ഭയങ്കര വെയിലായിരുന്നു. സെറ്റാണ് അമ്പൂര് അമ്പൂര് ഷർട്ടൂര് ഒന്ന് ഷർട്ട് പാപ്പാ ഓക്കെ അല്ലേ? അയ്യോ നല്ല ഓടിയാണല്ലോ. ആരും കാണണ്ട. ഇത്ര കളറൊക്കെ ഉണ്ടോ വഹരെ? എന്തൊരു കുഞ്ഞണിക്ക് ഇനി കുട്ടണി ഇത്ര റെഡിയായിരുന്നു. അമ്മടെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് നീ ഒന്ന് പറഞ്ഞു? ആ വിളിച്ചോട്ടെ. എന്തായാലും കെട്ടിയ ചാൻസ് കിട്ടിയവര് വിട്ട് തീർത്തോടെ. നമ്പൂര് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ബെല്ലടിച്ച് ചെന്നിട്ട് നമ്പൂരിനൊക്കെ ശരിയാക്കാൻ കേട്ടോ. ഈ വീട് നല്ല ലുക്ക് ഔട്ടാ. ഫുള്ള് പണി കഴിഞ്ഞു അല്ലേ പാപ്പ? ഈ വീട് നല്ല സ്റ്റൈൽ. എന്റെ പ്ലാനിങ് സിറ്റ് ഔട്ട് ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ബാൽക്കണി അപ്പുറത്തെ സൈഡിൽ അയച്ചപ്പോഴേ റൂമാക്കാൻ വേണ്ടിട്ട് ഇതേ പാടന്നല്ലേ. ഇത് ഇതാകുമ്പോഴത്തേനൊന്നും ഞങ്ങളെ അമ്പലട്ടാ, നമ്മളെ പൂജാരിക്ക് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്താ നീ ഒന്നും പറയാത്തത്? കല്യാണം കഴിച്ചു പോയാൽ
തലയെ കൂടെ ഇട്ടാലേ തത്തന്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അല്ല ഇപ്പൊ തന്നെ ഒന്ന് ലുക്ക് എടുത്താൽ ഞാൻ നോക്കട്ടെ എന്റെ അതില് തലയെ കൂടെ. ഇത് പ്ലീസ്, എന്റെ ഒരു ആഗ്രഹല്ലേ. ആ ഇങ്ങനൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. തലയിൽ കൂടെ വെക്ക്. ഇവന്റെ കർമ്മ ഇപ്പോഴേ ശരിയായിട്ടുള്ളൂ. ഓക്കെ ട്ടാ.